ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് സൂര്യനെല്ലിലാണ് കേട്ടോ. നമ്മൾ കൊളുക്കുമലയിൽ പോവാണ്. രാത്രിയാണ് നിങ്ങൾക്ക് ഇത്ര കാണാൻ പറ്റുന്നതില്ല. ജീപ്പ് ഇട്ട സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഷെയർ ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ 6 പേരുണ്ട് ഞങ്ങളുടെ ജീപ്പിൽ. അപ്പോൾ ഞങ്ങൾ 2 പേരും ബാക്കി 4 പേരും. 400 രൂപയാണ് ജീപ്പിന് വരുന്നത്. അപ്പോൾ നമുക്ക് മേടിൽ ചെന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നല്ല ഇരുട്ടാണ്. ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട് സമയം രാവിലെ. ഞങ്ങൾ കൊളുക്കുമലയിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. നല്ല ഇരുട്ടാട്ടോ. സൺറൈസിന് വേണ്ടി കാത്തിരിക്കുക. സമയം ഇപ്പോൾ ഒരു 5:45 കുറേ ആൾക്കാരുണ്ട് ബാഗിൽ. നല്ല സൺറൈസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചിട്ടും കോടമഞ്ഞ് കാരണം ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുക കേട്ടോ എല്ലാവരും. സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല. എന്ത് ചെയ്യും? സൂര്യൻ ഉദിച്ചു പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗൈസ് അങ്ങനെ അവസാനം സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അടിപൊളി വ്യൂ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇതിന് തൊട്ടപ്പുറത്ത് നല്ല വ്യൂ. ഈ കൊളുക്കുമല ഉള്ളത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേരളം. നല്ല പ്ലാന്റേഷൻ കേട്ടോ, അടിപൊളി. ഈ കൊളുക്കുമലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷൻ ഉള്ളത് നമ്മുടെ ഈ കൊളുക്കുമലയിലാണ്. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ സൺറൈസ് നമുക്ക് കിട്ടിയില്ല, പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മളപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോകണം. പക്ഷേ ഇവിടുന്ന് താഴോട്ട് ഓഫ് റോഡ് റൈഡ് ഉണ്ട്, അത് അടിപൊളിയാണ്. നമ്മളിങ്ങോട്ട് കയറാൻ നേരം ഇരുട്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകാൻ നേരം നല്ല ഓഫ് റോഡ് കിട്ടും, നല്ലൊരു വ്യൂവും കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കേരള തമിഴ്നാട് ബോർഡറിലുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൗണ്ടൻ റേഞ്ചാണ് ഗൈസ് ഈ കൊളുക്കുമല. 2160 മീറ്റർ അല്ലെങ്കിൽ 7900 ഫീറ്റ് മുകളിലെ കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇവിടെ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മെയിൻ ഫാക്ടറാണ്. എബൌട്ട് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് താഴെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. നമ്മൾ ജീപ്പിലാണ് വന്നത്. അപ്പോൾ ഒരു 7 മണിക്കാണ് അവർ പറഞ്ഞത് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഇറങ്ങി ഇപ്പോൾ ജീപ്പിൻ്റെ അടുത്തോട്ട് പോവാം. വരുന്നു പോകുന്നതൊക്കെ നൈസ് വഴി കേട്ടോ. ചെറിയൊരു ട്രക്കിങ് പോലെ ഉണ്ട് കയറി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ജീപ്പ് സർവീസ് കേട്ടോ. ഇവിടെ ഫുള്ള് ജീപ്പിലാണ് ആൾക്കാർ കൊണ്ടുവരുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ ഇതിലൊരു ജീപ്പിൽ വേണം നമുക്ക് പോകാൻ. നമ്മുടെ ജീപ്പ് വേണം നമ്മൾ തപ്പി പിടിക്കുക. മൂന്നാറിനടുത്താണ് ഈ സൂര്യനെല്ലി എന്നുള്ള സ്ഥലമുള്ളത്. നിങ്ങൾക്ക് സൺറൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രി സൂര്യനെല്ലി വന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇത് കാണാൻ പോകുന്നതായിരിക്കും നല്ലത്. രാവിലെ 4 മണി തൊട്ടാണ് ഇവിടെ ജീപ്പ് സർവീസ് ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എസ്റ്റേറ്റിൻ്റെ 100 രൂപ ഫീസ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. പിന്നെ ഒരാൾക്ക് 400 രൂപ ആണ് വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള കാഴ്ചകളുണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലും അപ്പുറമാണ് കേട്ടോ. അടിപൊളി വൈബാണ്. ആ ടീ പ്ലാന്റേഷനും ആ ടീ ഫാക്ടറിയും ആ ഒരു വ്യൂവും കോടമഞ്ഞും അടിപൊളിയാണ് കേട്ടോ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് ഈ യാത്ര നിരോധിച്ചിട്ടുള്ളൊരു മേഖലയാണ് ഈ കൊളുക്കുമല ഓഫ് റോഡ് റൈഡ് എന്ന് പറഞ്ഞാൽ. കാരണം അത്രയ്ക്ക് ടെററായിട്ടുള്ളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഈ കൊളുക്കുമല എന്നുള്ളത്. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് നമ്മൾ മേളിലെത്താനും അവിടുന്ന് താഴെ വരാനും വേണ്ടിയിട്ട്. അങ്ങോട്ട് 10 കിലോമീറ്റർ, ഇങ്ങോട്ട് 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമ്മൾ കൊളുക്കുമല വ്യൂ പോയിന്റിൽ പോകാനും സൺറൈസ് കണ്ടിട്ട് തിരിച്ചു വരാനും. പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ നിങ്ങൾ അവിടെ പോയി സൺറൈസ് കാണുവാണെങ്കിൽ ഇത് ബെർത്താണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഈ പേട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവരിടയ്ക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തല്. വൈബ് വാവ് ഗൈസ്. അങ്ങനെ നമ്മൾ സൂര്യനെല്ലിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കൊളുക്കുമലയൊക്കെ കണ്ടിട്ട് സൂര്യനെല്ലിയിൽ തിരിച്ചു വന്നു. നൈസായിരുന്നു കേട്ടോ. അവിടെ പോയി സൺറൈസ് മാത്രം കാണാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ എന്നാലും അതൊരു ലക്കാണ്. സൺറൈസ് കാണുകയെന്ന് പറയുന്നത് ഒരു ലക്കാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, പോയി എൻജോയ് ചെയ്തു. ഇതുപോലത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.